കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡന്തൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം തള്ളിയിരിക്കുകയാണ് കുടുംബം. പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെന്നും നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങിയതാണ് എന്നും സഹോദരി രാഖി പ്രതികരിച്ചു. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണർ ആരോഗ്യ സർവകലാശാല VC-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ MK റാമിന് പുറമെ മറ്റ് 8 അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഡോക്ടർ MK റാമിനെ കൂടാതെ മറ്റ് ചില അധ്യാപകരും വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. ഇത്തരത്തിൽ പരാതിയുള്ള 8 അധ്യാപകർക്കെതിരെ മാനേജ്മെന്റിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇമെയിൽ മുഖേന അറിയിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ നിർദ്ദേശം നൽകി. അതിനിടെ ഒളിവിൽ കഴിയുന്ന MK റാമിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഒരു ബാച്ചിൽ ബോയ്സ് എന്ന് പറയുന്ന കൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബോയ്സ് അയാളുടെ ഒരു ടാർഗറ്റാണ്. ബോയ്സിൻ്റെ താടി, മീശ, മുടി ഇതൊക്കെ വെച്ചിട്ട് അയാൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൽ. ഇനിയിപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് അയാൾ ഫസ്റ്റ് ഫോക്കസ് താടിയാണെങ്കിൽ ആ താടി കളയാതെ ക്ലാസ്സിൽ കയറാൻ പിന്നെ നമുക്ക് അവസരമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കി ചെയ്യുന്ന അറ്റൻഡൻസ് അയാൾ കട്ട് ചെയ്യണം. ഇതിനിടെ നിതിൻ രാജിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നു. ആരൊക്കെ തളർത്തിയാലും ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന് സഹപാഠിക്കയച്ച സന്ദേശത്തിൽ നിതിൻ പറയുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറെ കംപ്ലൈൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെന്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരോഗ്യ സർവകലാശാല VC-ക്ക് നിർദ്ദേശം നൽകി. അതേസമയം ദന്തൽ കോളേജ് അധികൃതരുടെ വാദങ്ങൾ തള്ളി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തെത്തി. നിതിന് എന്തൊക്കെ ചികിത്സകളാണ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് സഹോദരി രാഖി. ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല. അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്? മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നു. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് ചാൻസലറുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.